നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സാണ്. മനസ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാതെ, നിരീക്ഷിക്കാതെ ഓട്ടോ റണ്ണിലൂടെ കടന്നു പോകാൻ അനുവദിച്ചാൽ നമ്മളുടെ ജീവിതത്തെ കംപ്ലീറ്റ് നിയന്ത്രണം ഏറ്റെടുത്ത് ഒരുപാട് നെഗറ്റിവിറ്റി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും മനസ്സ്. അപ്പോൾ മനസ്സാണ് നമ്മളുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നത്, നമ്മളുടെ ഹെൽത്തിനെയും നിയന്ത്രിക്കുന്നത്, നമ്മളുടെ സെൻസ് ഓർഗൻസിനെ എല്ലാം നിയന്ത്രിക്കുന്നത് മനസ്സ് തന്നെയാണ്. അപ്പോൾ വളരെ കെയറോടുകൂടി നമ്മൾ മനസ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് കടന്നു പോകാൻ അനുവദിച്ചാൽ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി കുറഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ റിയലൈസേഷനിലേക്ക് എത്താൻ ആദ്യപടിയും മനസ്സിനെ നിയന്ത്രിക്കുക, ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മനസ്സിനെ ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അതൊരു ടൂളാണ്, നമ്മളുടെ ലൈഫിനെ നമ്മൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ടൂൾ മാത്രമാണ്. നല്ല രീതിയിൽ നമ്മളുടെ ലൈഫിനെ നയിക്കാനുള്ളൊരു ഉപകരണം മാത്രമാണ് മനസ്സ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം. സദാ ആ ഉപകരണത്തിനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തുകയും വേണം. മനസ്സ് എപ്പോഴും പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും. കാരണം മനസ്സിന് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ചിന്ത ആവശ്യമാണ്. ചിന്തകളില്ലാതായാൽ മനസ്സിന് പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് മനസ്സ് ആ ഊർജം നേടാൻ വേണ്ടി ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് എത്തിക്കും. അപ്പോൾ ഓവർ തിങ്കിങ്, സെൽഫ് ടോക്ക്, സെൽഫ് ചാറ്ററിങ്, ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ട് മനസ്സങ്ങനെ ഓട്ടോ റണ്ണിൽ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കുന്ന ഒരു സ്ക്രീൻ പോലെ പാസ്റ്റും ഫ്യൂച്ചറും, ചിലപ്പോൾ പാസ്റ്റിലേക്ക് ഒരുപാട് ചിന്തകൾ പോവും, അതേ സെക്കൻഡിൽ തന്നെ ഫ്യൂച്ചറിലേക്ക് നമ്മളുടെ മനസ്സ് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കുന്ന ഒരു സ്ക്രീൻ പോലെ ആണ് മനസ്സ്. പക്ഷേ പ്രസൻ്റാണ്, റിയൽ പ്രസൻ്റാണ് യഥാർത്ഥ ജീവിതം. ആ റിയൽ പ്രസൻറ്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, അവെയർനെസ്സിൽ നമ്മൾ എത്തണമെങ്കിൽ മനസ്സിൻ്റെ ചിന്തകളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക തന്നെ വേണം. അല്ലാതെ ഒരിക്കലും റിയൽ പ്രസൻറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ മനസ്സിനെ ഒബ്സർവ് ചെയ്ത് അവെയർനെസ്സിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ സ്കിപ്പായി പോകും. പക്ഷേ സ്കിപ്പായി എന്ന് അറിഞ്ഞ നിമിഷം തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ചിന്തകളെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് യഥാർത്ഥ റിയലൈസേഷനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. പലപ്പോഴും യഥാർത്ഥ സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് ഓരോ വ്യക്തികളും എത്തിച്ചേരുക. അതിന് കാരണം സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ, ധ്യാനമൊക്കെ മണിക്കൂറുകളോളം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ പാസ്റ്റിലേക്ക് സഞ്ചരിക്കും മൈൻഡ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളുടെ പൂർവ്വജന്മങ്ങളുണ്ടായിരിക്കും, വിഷൻസ് നമുക്ക് കാണാൻ പറ്റും, ദർശനങ്ങൾ കിട്ടും, ഇൻഡ്യൂഷൻസ് കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ സംഭവിച്ച് ആ ഒരു ദർശനങ്ങളിലും ഇൻഡ്യൂഷനിലും വിഷൻസിലും തന്നെ വർഷങ്ങളോളം നമ്മൾ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ സിദ്ധികളിലും നമ്മൾ വർഷങ്ങളോളം തന്നെ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രാണ എനർജിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സിദ്ധികൾ നമുക്ക് സാധ്യമാണ്. അപ്പോൾ ആ സിദ്ധികൾ ഒരുപാട് വർഷങ്ങളോളം നമ്മളെ അവെയർനെസ്സിലേക്ക് എത്താൻ, അവിടെ കടന്നു പോകാൻ അനുവദിക്കില്ല. യഥാർത്ഥത്തിൽ സ്പിരിച്വൽ ദർശനങ്ങളോ അനുഭവങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് അവെയർനെസ്സിലേക്ക് എത്താൻ സാധിക്കും. സ്വാഭാവികമായി അവെയർനെസ്സിലേക്ക് ഡയറക്റ്റ് എത്തുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്ക് റിയലൈസേഷൻ സംഭവിക്കുക. പക്ഷെ ദർശനങ്ങളിലൂടെ പൂർവ്വജന്മങ്ങളെല്ലാം കിട്ടി, ഈശ്വര പ്രകാശ രൂപത്തിലുള്ള ദർശനങ്ങളും ഇതൊക്കെ കടന്നാണ് നമ്മൾ വരുന്നത് എങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇതിലേക്ക് അവെയർനെസ്സിലേക്ക് എത്തിച്ചേരാനായിട്ട്. പൂർവ്വജന്മത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോവാറുണ്ട്. അപ്പോൾ ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു പൂർവ്വജന്മം, ഞാൻ ഇതായിരുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ തന്നെ നമ്മൾ സ്റ്റക്കായി പോകാറുണ്ട്. കുറേ വർഷങ്ങളോളം അവിടെ സ്റ്റക്കായി പോവും. യഥാർത്ഥ റിയലൈസേഷനിലേക്ക് എത്താൻ വൈകും.
അപ്പോൾ മനസ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് സെൽഫ് എൻക്വയറിയിലൂടെ ചിന്തകളെയും ഇമോഷനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിച്ചേരാം. മനസ്സിനെ അറിയുന്നത് ആരാണ്? ആ അറിവ് ആരാണ്? യഥാർത്ഥ ഞാൻ അതാണ്. ഈ ശരീരവും ഈ മനസ്സും എല്ലാം ഒരു ടൂൾ മാത്രമാണ്. അപ്പോൾ പിന്നെ യഥാർത്ഥ ഞാൻ ആരാണ് എന്നുള്ള ഒരു സെൽഫ് എൻക്വയറിയിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് ആ റിയലൈസേഷനിലേക്ക് എത്തിച്ചേരാം. അത് ഒരിക്കലും ഒരു തിയറിറ്റിക്കൽ രീതിയിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഡയറക്റ്റായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടണം. ഞാൻ ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. ആ അറിവ് എന്ന് പറയുന്ന ആ ഒരു പ്രകാശം അത് നമ്മൾ സ്വയം അനുഭവിച്ച് തന്നെ തിരിച്ചറിയണം. എങ്കിൽ മാത്രമാണ് ആ റിയലൈസേഷനിലേക്ക് എത്തുള്ളൂ. ഇനി ആ റിയലൈസേഷനിലേക്ക് എത്തിയാൽ തന്നെ പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് സ്കിപ്പായി പോകാറുണ്ട്. ഫുൾ അവെയർനെസ്സിൽ തന്നെ ഇരിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ സ്കിപ്പായി എന്നറിയുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും അവെയർനെസ്സിലേക്ക് വരാൻ മനഃപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വീണ്ടും തുടർച്ചയായിട്ട് നമുക്ക് അവെയർനെസ്സിൽ ഇരിക്കാൻ സാധിക്കണം. തുടർച്ചയായിട്ട് അവെയർനെസ്സിൽ തന്നെ ലൈഫിനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ അതാണ് എൻലൈറ്റ്മെൻറ്റ്. കണ്ടിന്യൂ ആയിട്ട് നമുക്ക് അവെയർനെസ്സിൽ ഇരിക്കാൻ സാധിക്കുക, ഹോൾഡ് ചെയ്യുക, പ്രസൻറ്റിൽ തന്നെ നമ്മൾ മൈൻഡിനെ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അതാണ് റിയലൈസേഷൻ. വർഷങ്ങളോളം നമ്മൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്താലും നമുക്ക് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും സ്പിരിച്വൽ ആ റിയലൈസേഷനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതിന് കാരണം വിഷൻസ്, ദർശനങ്ങൾ, ഇൻഡ്യൂഷൻസ് ഇതൊക്കെ തന്നെയാണ്. അതിലൊക്കെ വർഷങ്ങളോളം, പൂർവ്വജന്മങ്ങളിലൊക്കെ വർഷങ്ങളോളം നമ്മൾ സ്റ്റക്കായി, അടുത്ത സ്റ്റേജ് എന്താണെന്ന് അറിയാതെ നമ്മൾ സ്റ്റക്കായി പല ഗുരുക്കന്മാരെയും സമീപിച്ച് എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ളൊരു അവരിൽ നിന്ന് അന്വേഷണങ്ങളും ഒക്കെ കടന്നാണ് നമുക്ക് റിയലൈസേഷനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ ദർശനങ്ങളോ അനുഭവങ്ങളോ ഒന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് അവെയർനെസ്സിലേക്ക് എത്തിയവരുമുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിളായിട്ട് അവെയർനെസ്സിൽ ഇരിക്കാൻ സാധിക്കുന്നത് അവർക്കാണ്. ഈ ദർശനങ്ങളും ഇൻഡ്യൂഷൻസും പവറുകളും സിദ്ധികളും ഒക്കെ കിട്ടിയവർക്ക് പലപ്പോഴും അവെയർനെസ്സിലെത്തിയാലും അവെയർനെസ് സ്കിപ്പായി പോകാറുണ്ട്. പക്ഷേ ഡയറക്റ്റ് ഈ അനുഭവങ്ങളൊന്നുമില്ലാതെ എത്തിയവർ സ്റ്റേബിളായിട്ട് അവിടെ ഇരിക്കാൻ സാധിക്കാറുണ്ട്. അവെയർനെസ്സിൽ തന്നെ തുടരാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ അവർക്കാണ്. അപ്പോൾ അനുഭവങ്ങളൊക്കെ കിട്ടി വരണമെന്നില്ല അവെയർനെസ്സിലേക്ക് എത്താനായിട്ട്. ഏറ്റവും സിമ്പിളായിട്ട് മാർഗ്ഗമാണ് സെൽഫ് എൻക്വയറി. മനസ്സിൻ്റെ ചിന്തകളെ ഒബ്സർവ് ചെയ്ത് കടന്നു പോകാൻ അനുവദിക്കുക. ഇമോഷൻസിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതെന്തിന് ഞാൻ അനുഭവിക്കുന്നു, ആരാണ് ഇത് അനുഭവിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. യഥാർത്ഥ ഞാൻ ആരാണ്? ഇതിനെല്ലാം അറിയുന്ന ആ അറിവാണ് യഥാർത്ഥ ഞാൻ. ആ അറിവ് എന്നുള്ളത് ഒരു പ്രകാശം തന്നെയാണ്. അപ്പം അതിന് ശരീരമോ ഒരു രൂപമോ പ്രത്യേകിച്ചൊരു ഫോമൊന്നും ഇല്ല. ആ അവെയർനെസ് എല്ലാത്തിനും നമ്മളുടെ ഈ ബോഡി, മനസ്സ്, ഈ ലോകം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇനി ഉള്ള എല്ലാ പ്രപഞ്ചങ്ങളും ചേർന്നതും എല്ലാം ആ അവെയർനെസ്സിനുള്ളിൽ തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നതും അപ്രത്യക്ഷമാകുന്നതും. അപ്പോൾ മാറ്റമില്ലാതെ തുടരുന്നത് ആബ്സല്യൂട്ട് അവെയർനെസ് മാത്രമാണ്. അപ്പോൾ യഥാർത്ഥ ഞാൻ എന്നുള്ളത് എപ്പോഴും ആബ്സല്യൂട്ട് അവെയർനെസ് തന്നെയാണ്.